പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവിനും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കർത്താവായ ഈശോയെ എഴുന്നള്ളി ഇരിക്കുമ്പോൾ ആ കർത്താവ് വളരെ ശബ്ദത്തോടുകൂടി എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ പിറകുവശത്ത് അനേകം കുഞ്ഞുമക്കളുടെ ഫോട്ടോകൾ കാണാൻ സാധിക്കും. കാരണം പണ്ടുകാലം മുതലേ ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. എത്രയോ മക്കളാണ് ടെലിഫോണുകളിലൂടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. ഈ ലോകത്തിലെ ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞതാ. പലരും മുതിർന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യമല്ല. ഒരു മകൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈശോയ്ക്ക് എല്ലാം സാധ്യമാണല്ലോ. ആണ് മക്കളെ, ഈശോയ്ക്ക് സാധ്യമാണ് എന്നതിൻ്റെ തെളിവാണ് വയനാട്ടിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിക്കുന്നിലെ ഈ അത്ഭുത ദേവാലയത്തിൽ പണ്ടുകാലം മുതൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഈ നിയോഗം ഞാൻ സമർപ്പിക്കാൻ കാരണം ഇന്ന് വിശുദ്ധ സക്കറിയാസിൻ്റെയും വിശുദ്ധ എലിസബത്തിൻ്റെയും തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ ചാർച്ചക്കാരിയായ എലിസബത്ത്, സ്നാപയോഹന്നാന്റെ അപ്പനായ സക്കറിയാസും എലിസബത്തും, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൾ വന്ധ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവള്. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖ കൊടുത്ത അടയാളങ്ങളിലൊന്ന്, ഇതാ നിന്റെ ചാർച്ചക്കാരായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഫെബ്രുവരി മാസം ഒരു 52 വയസ്സുള്ള ഒരു ഹൈന്ദവ സഹോദരി പെരുന്നാൾ ദിനങ്ങളിൽ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കുഞ്ഞിനെ വേണം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇത്രയും നാൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ എൻ്റെ സ്വത്തുവകകളിൽ ആളുകൾ കണ്ണ് വയ്ക്കുന്ന അച്ഛാ, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം. ഞാൻ അല്പ സംശയത്തോടു കൂടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എങ്കിലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, എത്രയോ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു, പ്രത്യേകിച്ച് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിലായിരുന്നു, അവൾ വന്ധ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ രക്ഷയുടെ അടയാളമായി അവളുടെ ഗർഭപാത്രത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് ഈ മകളെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് അതേ സ്ത്രീ അച്ഛാ എന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ചെറിയ കൈക്കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അച്ഛാ, പള്ളിക്കുന്നിലെ അമ്മയോട്, ലൂർദ് മാതാവിനോട് ഞാൻ ഒരു കുഞ്ഞിനെ ചോദിച്ചുള്ളൂ, എന്നാൽ എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നു, ഇരട്ട കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൺമുമ്പില് എത്രയോ ദമ്പതികള് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നു, വിഷമിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പില് താഴ്ത്തി കെട്ടപ്പെടുന്നു. അവരുടെ ദുഃഖങ്ങള് പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത വിധത്തില് ആയിരിക്കുന്നു. ചില മക്കളെയൊക്കെ ദത്തെടുക്കുന്നുണ്ട്. അതിൻ്റെതായ നല്ലതുമുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള വശങ്ങളുമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി, 5 വർഷമായി, 7 വർഷമായി,
10 വർഷമായി, 12 വർഷമായി, 16 വർഷമായി, 18 വർഷമായി, 20 വർഷമൊക്കെയായി കുഞ്ഞുങ്ങളില്ലാതെ ഇപ്പോഴും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് പരിചയമുള്ള എല്ലാ മക്കളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവാസികളെ, അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ആ മക്കളുടെ മേലുള്ള തടസ്സങ്ങള് ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറട്ടെ. അവരുടെ ശരീരത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ, തടസ്സങ്ങള് യേശുനാമത്തിൽ മാറട്ടെ. കർത്താവേ, ഒരു കുഞ്ഞിന് വേണ്ടി നിലവിളിച്ച് ഇവിടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പെൺമക്കളുടെ ഗർഭപാത്രത്തെ ഇന്ന് അനുഗ്രഹദായകമാക്കി മാറ്റണമേ. അവരുടെ മേലുള്ള തടസ്സങ്ങള്, ബന്ധനങ്ങള്, അസൂയകള്, കണ്ണുവെക്കലുകള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, ശാരീരികമായ ബുദ്ധിമുട്ടുകള്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ തടസ്സങ്ങൾ മാറി അവരുടെ ജീവിതം, ആ ദമ്പതികളുടെ ജീവിതം ഫലദായകമാകട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതോടൊപ്പം തന്നെ മറ്റു തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാം കർത്താവ് എടുത്ത് മാറ്റുകയാണ്. നീ കർത്താവിൽ അഭയം തേടിയാൽ മതി, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നൂറുകണക്കിന് ആളുകളാണ് ടെലിഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വിളിച്ച് സാക്ഷ്യപ്പെടുത്തി നന്ദി പറയുന്നത്. അതിനെല്ലാറ്റിനും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. ഇന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സകലത്തിന്റെ നാഥനായ കർത്താവ് അരുളി ചെയ്യുന്നു, ലോകത്തിന്റെ അധിപതിയായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങുവിൻ. നിങ്ങൾ പ്രത്യാശയിലേക്ക്, നിങ്ങൾ ആത്മവിശ്വാസത്തിലേക്ക്, നിങ്ങൾ ധൈര്യത്തിലേക്ക് മടങ്ങുവിൻ. ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ, അതെല്ലാം മടങ്ങി വരും. മക്കളെ, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരും. ദൈവം, അനുഗ്രഹം, ദൈവകൃപ, അഭിഷേകം, ശക്തി, ആത്മവിശ്വാസം, കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ്, ദൈവിക വെളിപാടുകള്, ദൈവിക ദർശനങ്ങള് നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സക്കറിയായിക്കും എലിസബത്തിനും കുഞ്ഞിനെ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ വീടുകളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ദമ്പതികളിലേക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തി തടസ്സങ്ങളും ബന്ധനങ്ങളും ആദിവ്യാധികളും എല്ലാം മാറി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷിക്കട്ടെ, സമാധാനിക്കട്ടെ, ആശ്വസിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന, ഇവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, ഇവരുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളും ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്ന് ഉണ്ടാകുന്ന സകല തിന്മകളും സകല ബന്ധനങ്ങളും സകല അസ്വസ്ഥതകളും ഈ നിമിഷം ഈ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഇനിമേലിൽ ഈ മക്കളെ ശല്യപ്പെടുത്താൻ പാടില്ല. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ, അവിടുത്തെ കൃപകളാൽ ഈ മക്കള് അനുഗ്രഹിക്കപ്പെടുകയും എല്ലാവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികള് നിർവീര്യമായി പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു. അമലോത്ഭകന്യയായ പരിശുദ്ധ കന്യകാ മാതാവും നീതിമാനായ വിശുദ്ധ ഔസേപ്പും വിശുദ്ധ ഗീർവർഗീസും വിശുദ്ധ ബെനഡിക്റ്റും സകല വിശുദ്ധരും
സകല രക്തസാക്ഷികളുടെ യോഗ്യതയാലും മധ്യസ്ഥതയാലും ഈ മക്കൾക്ക് അഭയവും കോട്ടയുമാകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന പൊന്നു തമ്പുരാനെ, അങ്ങേക്ക് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്ക് നൽകിയിരിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ തിന്മകളുടെ ശക്തികളോട് കൽപ്പിക്കുന്നു, ഈ മക്കളിൽ നിന്ന് ദൂരെ പോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു, വിടുതൽ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ കൃപകൾ, അത്ഭുതകരമായ അഭിഷേകം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ കുനമാവ് കൺവെൻഷനെ ഓർക്കണം, പൊടിമറ്റം കൺവെൻഷനെ ഓർക്കണം, കൊല്ലം വാടി കൺവെൻഷനെ ഓർക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേട്ട എല്ലാവരെയും, ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ നിയോഗങ്ങള് ഇന്ന് പ്രത്യേകമാം വിധം സ്വർഗം ഏറ്റെടുക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ഫൗസ്തീനയുടെ തിരുശേഷിപ്പിന്റെ ശക്തിയാൽ, തിരുശേഷിപ്പിന്റെ മാധ്യസ്ഥത എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധ ലൂർദ് മാതാവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമേൻ.